കൊടുക്കുന്നു. ഈ രീതിയിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട്. AKG സെന്ററും അതോടൊപ്പം തന്നെ കാരായി രാജനും P ജയരാജനും ഉൾപ്പെടെയുള്ള ആൾക്കാർ ചേർന്ന് നടത്തിയ കണ്ണൂർ മോഡൽ ഗൂഢാലോചനയാണ് തിരുവനന്തപുരത്ത് നടന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ക്രൂരമായ ബ്രൂട്ടൽ മർഡറാണ് അവിടെ നടന്നിരിക്കുന്നത്. ആ ശരീരത്തിൽ 80-ൽ പരം വെട്ടുണ്ട്. ഇത് TP ചന്ദ്രശേഖരനെ വെട്ടിയതിനേക്കാൾ ക്രൂരമായിട്ടാണ് ഒരു 34-കാരനായിട്ടുള്ള ഒരു യുവാവിനെ വെട്ടിയത്. ഇത്തരത്തിൽ തിരുവനന്തപുരത്തുകാർക്ക് ഇങ്ങനെയുള്ള വെട്ട് പരിചയമില്ല. ഇത്തരത്തിൽ കള്ളിക്കാടും പാറശാല മണ്ഡലത്തിലും കഴക്കൂട്ടം മണ്ഡലത്തിലുമുള്ള DYFI ഗുണ്ടകളെ കൊണ്ട് ഈ രീതിയിൽ ട്രെയിൻ ചെയ്യിപ്പിച്ച് നിങ്ങൾ ചെയ്ത കൊലപാതകമാണിത്. ഈ കൊലപാതകത്തിന്റെ ഗൂഢാലോചന സംഘത്തെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. പോലീസ് ശ്രമിക്കുകയും ഇത്രയും പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളതും. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ 27 CPM-കാർ കൊല്ലപ്പെട്ടു. അന്ന് കുറെ കാലം ആഭ്യന്തരമന്ത്രിയായിരുന്നു രമേശ് ചെന്നിത്തല. എന്തുകൊണ്ട് ഇന്ന് തോന്നിയ ഈ ഉപവാസം ഇരിക്കൽ, ആഹാരം ഉപേക്ഷിക്കൽ അന്ന് അദ്ദേഹത്തിന് തോന്നിയില്ല? കോടിയേരി ബാലകൃഷ്ണന്റെ ചോദ്യം. മഞ്ജുഷേ, കമ്പാരിറ്റീവ്ലി 5 വർഷം കഴിയും തോറും LDF UDF മാറി മാറി വരുന്നതാണല്ലോ നമ്മുടെ ഒരു ചരിത്രം. കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ 5 വർഷം 2011 മുതൽ 16 വരെയാണ് രാഷ്ട്രീയ സംഘടനകൾ ഏറ്റവും കുറവ്. രാഷ്ട്രീയ സംഘടനത്തെ തുടർന്നുള്ള മരണം കേരളത്തിൽ ഏറ്റവും കുറവ്. നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കൂ. ഏറ്റവും കുറവുണ്ടായിട്ടുള്ളത് കഴിഞ്ഞ 2011 മുതൽ 16 വരെയാണ്. ഒരു വർഗീയ സംഘടന കലാപം പോലും ഉണ്ടാകാത്ത ഒരു 5 വർഷത്തെ പീരീഡായിരുന്നു അത്. അന്ന് പിന്നെ ഈ TP അല്ല, ഞാനൊന്ന് പറഞ്ഞു ഉടനെ അങ്ങ് ഇപ്പോൾ എല്ലാവരും സംസാരിക്കുമ്പോൾ കിടന്നത് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. എങ്ങനെയാണ്? ഞങ്ങൾ സംസാരിക്കാനുള്ള അവസരം തരൂ. നിങ്ങൾക്ക് പറയാൻ അവസരം തരുന്നുണ്ടല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ അത് കഴിഞ്ഞു. TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകം നടന്നു. കൊലപാതകം നടന്നിട്ട് മുളക്കോഴി മലയിൽ ഉൾപ്പെടെ പാർട്ടി ഗ്രാമത്തിൽ പോയി ആ പ്രതികളെ അറസ്റ്റ് ചെയ്തു. UDF-ന്റെ കാലത്താണ്. അപ്പോൾ UDF-ന്റെ കാലത്ത് കൃത്യമായി ക്രമസമാധാനം പാലിക്കുന്നതിൽ 2 ആഭ്യന്തരമന്ത്രിമാർ, ഉമ്മൻചാണ്ടി സാറായിരുന്നാലും അതിനുശേഷം വന്നിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനായാലും പിന്നെ അതിനുശേഷം വന്നിരുന്ന KPCC പ്രസിഡന്റ് കൂടിയായിരുന്ന രമേശ് ചെന്നിത്തലയായിരുന്നു. അവരുടെ കാലത്ത് കൃത്യമായി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അന്നും ഇന്നും എന്നും ഇത്തരത്തിൽ വർഗീയ സംഘടന ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രീയമായ സംഘടന ഉണ്ടാകുമ്പോൾ ഇത് ആദ്യത്തെ പ്രാവശ്യം അല്ലാതെ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു നിർത്തട്ടെ. ഇതിന് മുമ്പ് ഇത്തരം KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ മുതൽ ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ശാന്തിയാത്ര വടകരയിൽ നടത്തിയിട്ടുണ്ട്, യോജിയത്ത് നടത്തിയിട്ടുണ്ട്, കാസർഗോഡ് നടത്തിയിട്ടുണ്ട്, കണ്ണൂരിൽ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇത് ആദ്യമായിട്ടല്ല ചെയ്യുന്നത്. ഇന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ ഒരു പ്രസ്താവന അത് വേദനിപ്പിച്ചിട്ടുണ്ടാവും കോൺഗ്രസ്സുകാരെ. അദ്ദേഹം പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ച് കാണുമല്ലോ. ഇന്ന് എന്തുകൊണ്ട് രമേശ് ചെന്നിത്തല ആഹാരം ഉപേക്ഷിച്ചുവെന്ന് അത് പറയുമ്പോൾ എനിക്ക് കുറച്ച് പറയാൻ സമയം തരണം, ഒരു 2 മിനിറ്റ്. അതായത് CPM-ലെ അന്തർചിത്രം ഇതിനകത്തൊരു ഘടകമാണ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി താമസിക്കുന്ന ഏത് വീട്ടിലാണെന്ന് 2 ദിവസം മുമ്പ് നമ്മൾ കണ്ടു. BJP-കാർ വിചാരിച്ചപ്പോൾ നമ്മൾ കാണാൻ കഴിഞ്ഞു എത്രയും വലിയ വീട്ടിലാണെന്ന്. അദ്ദേഹത്തിൻ്റെ മകൻ RP ഗ്രൂപ്പിൻ്റെ വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ ക്വാളിഫിക്കേഷനെ കുറിച്ച് നിങ്ങൾ നോക്കണം. ഞാൻ കൂടുതലൊന്നും പറയാം. ഞാൻ കൂടുതൽ അതിന് മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ്റെ ക്വാളിഫിക്കേഷൻ ഉൾപ്പെടെ നോക്കണം. RP ഗ്രൂപ്പിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കാൻ എന്ത് ക്വാളിഫിക്കേഷൻ ഉള്ളതെന്ന് നോക്കണം. എത്ര ലക്ഷം രൂപ ശമ്പളം മേടിക്കാൻ നോക്കണം. അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയെക്കുറിച്ച് നോക്കണം. അത് പബ്ലിക്കിൽ വന്നത് ഈ ആക്രമണത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതവിടെ നിൽക്കട്ടെ. അദ്ദേഹം അതിനകത്ത് മുഖ്യമന്ത്രിയുമായി വിരുദ്ധ ചേരിയിലാണോ എന്നുള്ള കാര്യത്തിൽ ആരെങ്കിലും സംശയം പറയാൻ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. അതിലേക്ക് വരാം. 2, പ്രതിപക്ഷ നേതാവ് ആഹാരം കഴിക്കാത്തത് ഭക്ഷണം കിട്ടാഞ്ഞിട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇത്രയും ലാഘവത്തോടെ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പറയത്തില്ല. ഇതുപോലെ CPM-ന്റെ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ചോദിച്ചാൽ ഇങ്ങനെ പറയുമോ? ഇത്രയും തരം താഴ്ന്ന പ്രസ്താവന നടത്താൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുന്ന അദ്ദേഹത്തിനെതിരെ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി നടപടിയെടുക്കാൻ വേണ്ടത്. ഒരു പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ഇത്രയും ലജ്ജാകരമായ രീതിയിൽ സംസാരിക്കാൻ ഒരു സംസ്ഥാന സെക്രട്ടറി BJP നടത്തിയ ഹർത്താലിനെതിരെ കൂടിയായിരുന്നു ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ സമരം. ഈ അക്രമ രാഷ്ട്രീയത്തിനെതിരെ മാത്രമായിരുന്നില്ല ശ്രീ VK മധു. അവിടെയാണ് പ്രതിപക്ഷ നേതാവിനെ അപമാനിച്ചത് CPM സംസ്ഥാന സെക്രട്ടറി. അല്ല, ഇക്കാര്യത്തിൽ സംസാരിക്കാൻ സമയം അനുവദിക്കുമെങ്കിൽ ഞാൻ പറയാം. യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ഉണ്ടായ ഹീനമായ കൊലപാതകം, ആ കൊലപാതകത്തിൽ പ്രതികളെല്ലാം തന്നെ മണിക്കൂറുകൾക്കകം പോലീസ് അറസ്റ്റ് ചെയ്തു. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഉണർന്നു പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ്. ഒരു ആഭ്യന്തര വകുപ്പ് കരുത്തനായ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ഒരു മന്ത്രി ഉണ്ടായിരുന്നത് കൊണ്ട് സംഭവിച്ച കാര്യമാണ്. പക്ഷേ സുരേഷ് വളരെ നേരത്തെ ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. തലസ്ഥാന നഗരിയിൽ ആക്രമണ പരമ്പര. ഈ ആക്രമണങ്ങൾക്ക് തുടക്കം കുറിച്ചത് 27-ാം തീയതിയാണെന്ന് ശ്രീ ചാമക്കാല ഉൾപ്പെടെ പറഞ്ഞു. 27-ാം തീയതി അല്ല, കഴിഞ്ഞ ഒരാഴ്ച 10 ദിവസത്തിന് മുമ്പ് കാട്ടാക്കട മണ്ഡലത്തിലെ പല ഭാഗത്തും, ആനാട് മണ്ഡലത്തിന്റെ, അരുവിക്കര മണ്ഡലത്തിന്റെ പല ഭാഗത്തും ആക്രമണ പരമ്പരകൾ അരങ്ങേറി. വീരണകാവിൽ ഞങ്ങളുടെ പാർട്ടി ഓഫീസ് അടിച്ചു ചേർത്തു. അതിന്റെ പരിസരത്തുള്ള ഞങ്ങളുടെ 3-4 പാർട്ടി പ്രവർത്തകരുടെ വീട് ആക്രമിച്ചു. CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും CAT-ന്റെ നേതാവുമായിട്ടുള്ള കാട്ടാക്കട ശശിയുടെ വീട് പാതിരാത്രി ആക്രമിച്ചു. ഇതെല്ലാം 27-ാം തീയതി ശേഷമല്ല. ഈ തലസ്ഥാന നഗരിയിൽ നടത്തുന്നത് എന്താ? തലസ്ഥാന നഗരിയിൽ
CPM-ന്റെ ചാല ഏരിയ സെക്രട്ടറി സുന്ദറിന്റെ വീട് ആക്രമിച്ചു, CPM-ന്റെ നേതാവ് കരമനഹരിയുടെ വീട് ആക്രമിച്ചു, CPM-ന്റെ മകളാ നേതാവ് പുഷ്പലതയുടെ വീട് ആക്രമിച്ചു. ഇതെല്ലാം നേരത്തെ കണ്ണൂരിൽ സംഭവിക്കുന്നതായിട്ട് നേതാക്കൾ അന്യോന്യം ആരോപിക്കാറുണ്ട്. കണ്ണൂരിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നുവെന്ന് അത് തിരുവനന്തപുരത്ത് ആവർത്തിക്കുകയാണോ? അത് തിരുവനന്തപുരത്ത് BJP-യും CPM-ഉം ആവർത്തിക്കുകയാണോ? ഞാൻ പറഞ്ഞു വന്നത് ഇത് ഇത്തരത്തിലൊരു ആക്രമണ പരമ്പര തലസ്ഥാന നഗരം അരങ്ങേറുക എന്ന് പറയുന്നത് BJP-യുടെ രാഷ്ട്രീയ ആവശ്യമാണ്. കാരണം മെഡിക്കൽ കോളേജ് കോഴ മാത്രമല്ല, സേവ് BJP ഫാറം പുറത്തു കൊണ്ടുവന്ന കുറേ നാറുന്ന അഴിമതി കഥകളുണ്ട്. അതിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ ഇത്തരത്തിലൊരു ആക്രമണം ആവശ്യമായിരുന്നു. യഥാർത്ഥത്തിൽ അതിൽ ഞങ്ങളുടെ ചില പ്രവർത്തകർ ആ പ്രകോപനത്തിൽ പെട്ടുപോയി എന്ന് നേരത്തെ CR ചൂണ്ടിക്കാണിച്ചത് 100% അംഗീകരിക്കുകയാണ്. BJP-യുടെ സംസ്ഥാന കമ്മിറ്റി ആഫീസിന് നേർക്ക് ആക്രമണത്തിന് പോയത് അതാണ് സംഭവിച്ചത്. ആ കെണിയിൽ ഞങ്ങളുടെ ചില പ്രവർത്തകർ വീണുപോയി എന്നുള്ളത് ശരിയാണ്. പക്ഷേ തലസ്ഥാന നഗരി ഒരു ആക്രമണ പുരയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് BJP. ഈ പറയുന്ന എടവക്കോട് പ്രദേശം ഒരു സംഘർഷമുള്ള പ്രദേശമല്ല. ഞാൻ ഒരുപാട് പ്രാദേശിക പ്രശ്നത്തിലേക്ക് പോകേണ്ട ഒരു കാര്യം, എന്തിനാണ് മുഖ്യമന്ത്രിയെ രാജ്ഭവനിലേക്ക് ഇന്ന് ഗവർണർ വിളിച്ചു വരുത്തേണ്ടി വന്നത്? അതൊരു അസാധാരണമായ കാര്യം തന്നെയാണല്ലോ കേരളത്തിൽ. സ്വാഭാവികമായും തലസ്ഥാന നഗരിയിൽ ഏതാനും ദിവസക്കാലമായി ഇത്തരത്തിൽ ആക്രമണം ഏത് പാർട്ടി ചെയ്തു എന്നുള്ളതല്ല, ആക്രമണങ്ങൾ നടക്കുകയും അതിൻ്റെ തുടർച്ചയായിട്ട് കൊലപാതകം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ അത് സംബന്ധിച്ച് സംസ്ഥാനത്തെ ഗവർണർ സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവനുമായിട്ട് ആശയവിനിമയം നടത്തുക, സംസാരിക്കുക, എന്ത് നടപടി സ്വീകരിച്ചു എന്ന് അന്വേഷിക്കുക, അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. സമൺ ചെയ്യുകയായിരുന്നു ഗവർണർ തന്നെ തന്റെ ട്വിറ്ററിൽ കുറിച്ചിട്ടുണ്ട്. സമൺ ചെയ്യുകയായിരുന്നു ആയിരിക്കാം. അത് വസ്തുതകൾ മനസ്സിലാക്കാനും ഇത്തരത്തിലുള്ള ഈ ആക്രമണങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് ഗവൺമെന്റ് ഭാഗത്ത് ഒരു വിശദീകരണത്തിന് വേണ്ടിയിട്ടാവാം. അത് സ്വാഭാവികമാണ്. അതെല്ലാം ഒരു ഭരണഘടനാ സ്ഥാപനം സ്വാഭാവികമായിട്ട് ഒരു കാര്യം, അസാധാരണമായ ഒരു നടപടിക്രമമാണോ ഗവർണർ ഇന്ന് മുഖ്യമന്ത്രിയെയും പോലീസ് മേധാവിയെയും രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തിയത്? തീർച്ചയായിട്ടും അസാധാരണം എന്ന് തന്നെ പറയണം. കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ വളരെ അപൂർവമായേ ഇങ്ങനൊന്നും ഉണ്ടായിട്ടുള്ളൂ. ഏത് മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ ഗവർണറെ സംബന്ധിച്ച് അദ്ദേഹം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയതുകൊണ്ട് അദ്ദേഹം ഒരു ബയാസ്ഡായി പെരുമാറുന്നു എന്ന് ഞാൻ പറയുന്നില്ല. കാരണം അദ്ദേഹത്തിന് നല്ല കൺസേൺ ഉണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായി തിരുവനന്തപുരത്ത് പത്രം വായിക്കുന്ന, TV കാണുന്ന സാധാരണ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആശങ്കയുണ്ട്. അത് പ്രതിഫലിപ്പിച്ചതാണ്. അത് കേന്ദ്രം പറഞ്ഞാലും ചെയ്യും. ഇപ്പം ഒരു കാര്യം കൂടി ഇതിൽ പറയണം മഞ്ജുഷേ, ഈ കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായി കേരളത്തിൽ നടന്ന ഈ രാഷ്ട്രീയ പാർട്ടികളുടെ കൊലപാതകങ്ങളിൽ എത്ര പേർ അക്ഷരാർത്ഥത്തിൽ കൃത്യമായി പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്? ഞാൻ കൃത്യമായി പറയാം, അത് UDF-ന്റെ ഗുണം കൊണ്ടൊന്നുമല്ല. TP ചന്ദ്രശേഖരൻ വധത്തിൽ ഒഴിച്ചാൽ ബാക്കി ഒരു രാഷ്ട്രീയ അക്രമത്തിലും യഥാർത്ഥ പ്രതികൾ പിടിക്കപ്പെടാറില്ല. ഇപ്പോൾ സുരേഷ് പറഞ്ഞു, ശരിയാണോ ഇപ്പോൾ പിടിച്ച പ്രതികൾ? എനിക്കറിയില്ല. ഗൂഢാലോചനയുടെ ഭാഗത്ത് നമ്മൾ പോവാറേയില്ല എന്ന് പറഞ്ഞാൽ ഉറച്ച ഇവർ ശിക്ഷിക്കപ്പെടുമെന്ന വിശ്വാസം ഇവർക്കില്ല. അതുകൊണ്ടാണ് ഈ ഗുണ്ടകൾ പാർട്ടികളുടെ കൂടെ കൂടുന്നത്. ഇത് അക്രമത്തിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും നിയന്ത്രണമില്ലാത്ത അവസ്ഥ സമൂഹത്തിൽ ഉണ്ടാകുന്നു. അതാണ് ഇപ്പം നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തുന്നത്. ശരി, ശ്രീ ഷാജർ ഖാൻ, താങ്കൾ പറയുകയുണ്ടായി സമൺ ചെയ്യുകയാണ്, കുറ്റപ്പെടുത്തൽ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ക്രമസമാധാന തകർച്ച ബോധ്യപ്പെട്ടിരിക്കുകയാണോ ഗവർണർക്ക്? തീർച്ചയായിട്ടും ക്രമസമാധാന തകർച്ചയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് അവർക്ക് വിലയിരുത്താൻ കഴിയുമല്ലോ. ഇതിപ്പോൾ രാഷ്ട്രീയ കാരണങ്ങളാലാണ് ഇത് ചെയ്യുന്നതെങ്കിലും ഇപ്പോൾ CPM-നെ സംബന്ധിച്ചും BJP-യുടെ ലക്ഷ്യം അവിടെ സാധിച്ചെടുക്കുന്നു എന്നാണോ? അല്ല, BJP-യുടെ ലക്ഷ്യം അതാണല്ലോ, സംസ്ഥാനത്ത് ക്രമസമാധാന തകർച്ച ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുക. കേന്ദ്രം ഭരിക്കുന്ന BJP-ക്കും സംസ്ഥാനം ഭരിക്കുന്ന CPM-നും ഇവിടെ അടിസ്ഥാന ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കേണ്ട ആവശ്യകതയുണ്ട് എന്നുള്ളത് കൊണ്ട് ഇത്തരം അക്രമ സംഭവങ്ങളെ കൊണ്ടുവരും. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇപ്പോൾ BJP തന്നെ വളരെ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമായിരുന്നു. ഈ മെഡിക്കൽ കോളേജ് കോഴയുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആ വിവാദത്തിൽ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ അക്രമ സംഭവങ്ങളുടെ പരമ്പര വരുന്നത്. അപ്പോൾ അത് ആത്യന്തികമായി ആരെ സഹായിച്ചു? നമ്മൾ പരിശോധിക്കേണ്ടത് ഇതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണ്. ഈ അക്രമ പരമ്പരകളിൽ ജീവൻ ബലിയർപ്പിക്കപ്പെട്ട സാധാരണക്കാരാണ്. പക്ഷേ അതിൻ്റെ രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ആരൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. BJP-ക്ക് നേട്ടങ്ങളുണ്ട് ഈ സംഭവത്തിൽ. CPM-ന് ഗുണങ്ങളേ ഉള്ളൂ. CPM എന്ന് പറയുന്ന പാർട്ടിക്ക് അഥവാ ഗവൺമെൻറ്റിന് എന്ന നിലയ്ക്ക് നോക്കിയാൽ ഗുണങ്ങളുണ്ട് അവരുടേതായ രീതി നമ്മൾ പരിശോധിച്ചാൽ. പക്ഷേ നഷ്ടം ഈ നാട്ടിലെ സാധാരണ പൗരനാണ്. സാധാരണ പൗരന് അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ഈ നാട്ടിലെ ആളുകൾ എങ്ങനെയെങ്കിലും നിങ്ങൾ ഈ കത്തി താഴെ വെച്ച് ഈ അക്രമ രാഷ്ട്രീയം അവസാനിപ്പിച്ച് കേരളത്തെ രക്ഷിക്കണമെന്ന് സാധാരണക്കാർ പറയുകയാണ്. അതാണ് അവരുടെ അവസ്ഥ.
അവൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ ദയനീയമാണ്, അവൻ്റെ സാമൂഹ്യ സാഹചര്യം വളരെ ദയനീയമാണ്. ആ സാഹചര്യത്തിൽ ഈ അക്രമം കൂടി എങ്ങനെ സഹിക്കും? ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ജ്യോതികുമാർ ചാമക്കാല, ഇപ്പോൾ ഈ BJPയുടെ ലക്ഷ്യം എന്താണെന്നുള്ള കാര്യം അറിയാമല്ലോ. ക്രമസമാധാന തകർച്ച കേരളത്തിൽ എന്ന് ബോധ്യപ്പെടുത്തുക, ഗവർണറെ, അതുവഴി റിപ്പോർട്ട് കേന്ദ്രത്തിന് പോവുക, ഇതൊക്കെയാണല്ലോ. കോൺഗ്രസും ഇതിന് കൂട്ടി നിൽക്കുകയാണല്ലോ. നാളെ രാജ്ഭവൻ മാർച്ച് നടത്തുകയല്ലേ കോൺഗ്രസ്? നാളെ രാജ്ഭവൻ മാർച്ച് വെച്ചിരുന്നത് ഇതിനു വേണ്ടി മാത്രമല്ല. ഞങ്ങൾ മാർച്ചല്ല വെച്ചിരുന്നത്, രാജ്ഭവന് മുന്നിൽ ഉപവാസം വെച്ചിരുന്നു. ഇപ്പോൾ 3 ദിവസത്തേക്ക് കൂടി ഇപ്പോഴത്തെ ഈ 144 പ്രഖ്യാപിച്ചിരിക്കുന്നത് നീട്ടിക്കൊണ്ടുപോയതിൻ്റെ ഭാഗമായി ഞങ്ങൾ നാളെ KPCC ഓഫീസിൽ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള വേദിയിൽ ഞങ്ങൾ സർവ്വമത പ്രാർത്ഥന നടത്തുകയാണ്. ഞങ്ങൾ ഇത്തരത്തിൽ ശാന്തിയുടെ സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ശാന്തി സന്ദേശം ഉരുവിട്ടുകൊണ്ട് ക്രമസമാധാനം കേരളത്തിലുണ്ട് എന്ന കാര്യം ഗവർണറെ ബോധ്യപ്പെടുത്തുവാൻ എന്തായാലും കോൺഗ്രസ് ശ്രമിക്കും എന്നാണോ? അങ്ങനെയല്ല. ക്രമസമാധാന തകർച്ച ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ. അതാണല്ലോ ഗവർണർ ഇന്ന് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അതിനകത്ത് വേറെ തർക്കമില്ല. ഇനി മുമ്പ് മഞ്ജുഷ് ചോദിച്ചൊരു ചോദ്യം, ഈ മണിക്കുട്ടൻ എന്ന് പറയുന്ന ആളിനെ സംബന്ധിച്ച് എടവക്കോട് ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്, അത് നോക്കണം. എന്നാൽ ഓരോ ഫോട്ടോസും തരാം. ഹാപ്പി ന്യൂ ഇയർ അതിനകത്ത് ആരൊക്കെയാണെന്ന് നോക്കണം. അതിനുശേഷം മനുഷ്യച്ചങ്ങലയിൽ പങ്കെടുത്തിരിക്കുന്ന LDFന്റെ മനുഷ്യച്ചങ്ങലയിൽ പങ്കെടുത്തിരിക്കുന്ന ആരാണെന്ന് നോക്കണം. തുടർന്ന് DYFയുടെ ഹൃദയപൂർവ്വം പരിപാടിക്കകത്ത് ആ ബ്രാഞ്ചിൽ നടത്തിയിരിക്കുന്ന പരിപാടികളെ സംബന്ധിച്ചുള്ള ഫോട്ടോസാണ്. ഇതിനകത്തൊക്കെ ഉള്ള ആളാണ് കോൺഗ്രസ്സുകാരനാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത് IPBന് പോലും ഇവർ CCTV ഇല്ലായിരുന്നു പറഞ്ഞതിന് അവിടെ ആക്രമണം നടത്തിയതും BJP ഓഫീസിലേക്ക് ആക്രമണം നടത്തിയതും കോൺഗ്രസ് ആണെന്ന് പറഞ്ഞേനെ. ഞങ്ങളെ സംബന്ധിച്ച് ഇവർ രണ്ടുപേരും, ഒരാൾ രാഷ്ട്രീയ ഫാസിസം നടത്തുന്നു, മറ്റേ വർഗീയ ഫാസിസം നടത്തുന്നു. രണ്ട് കൂട്ടരും ഫാസിസ്റ്റ് കക്ഷികൾ തന്നെയാണ്, അതിനകത്ത് ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ സമാധാനമാണ് ആവശ്യം. ഇവിടെ സമാധാനം പുനഃസ്ഥാപിക്കണമെങ്കിൽ രണ്ട് കൂട്ടരും ഊരിയ വാൾ ഉറയിലിടാൻ തയ്യാറാകണം. അതിന് ഞാൻ ആരും മുമ്പേ അല്ലെങ്കിൽ എന്തിനാണ് ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഗവർണറുടെ അവിടെ നിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ മുഖ്യമന്ത്രി കുമ്മനം രാജശേഖരനെയും അതുപോലെ RSSന്റെ ചീഫിനെയും വിളിച്ച് ചർച്ച നടത്താമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും അവസാനം അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പത്രക്കാരെ കാണാം, മീഡിയയെ കണ്ടിട്ട് ഞങ്ങൾ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടാം. മുഖ്യമന്ത്രി എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? മുഖ്യമന്ത്രിക്ക് അതിനകത്ത് ആർജവമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഇന്ന് വരെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ഇനി കുമ്മനത്തിനെയും അല്ലെങ്കിൽ RSSന്റെ ചീഫിനെയും കണ്ടതിന് ശേഷം മാത്രമേ അത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തൂ. കൊലപാതകത്തിൽ എത്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇത് തുടക്കത്തിൽ എന്തുകൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ല? രണ്ട് കൂട്ടർക്കും കഴിഞ്ഞില്ല. ഒരു കോളേജിലെ പ്രശ്നമാണ് അല്ലെങ്കിൽ ഒരു പ്രാദേശിക പ്രശ്നമായിരുന്നെങ്കിൽ അത് പരിഹരിക്കുവാൻ ഈ രണ്ട് കൂട്ടത്തിലെയും ജില്ലാ നേതൃത്വത്തിന് കഴിഞ്ഞില്ല, സംസ്ഥാന നേതൃത്വത്തിന്. മധു, ഗവർണർ വിളിച്ചു വരുത്തിയതിന് ശേഷമാണ് ഇത് ബോധ്യപ്പെട്ടിരിക്കുന്നത്. അത് ഗവർണർ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്? സമന്റ് തന്നെയാണ്. സമന്റ് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ഗവർണറുടെ ട്വീറ്റിൽ വന്നിരിക്കുന്നത് എന്താണ്? സമന്റ് എന്നാണ്. സമന്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഡിസിപ്ലിനറി ആക്ഷന്റെ ഭാഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോമൺ സെൻസ് വെച്ചുകൊണ്ട് സമൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? വിളിച്ചു വരുത്തുക എന്നാണ്. സാറിന് ഒന്ന് ചോദിക്കട്ടെ, സാധാരണ ഇത്തരം വിഷയങ്ങളുണ്ടായാൽ ചീഫ് സെക്രട്ടറിയോട് ഗവർണർക്ക് വിശദീകരണം തേടാം, പോലീസ് മേധാവിയോട് ഗവർണർക്ക് വിശദീകരണം തരാം. കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന നിലയിൽ ഗവർണർക്ക് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയാണ് മുൻകാലങ്ങളിൽ അനുഭവിച്ചിട്ടുള്ളതും സംഭവിച്ചിട്ടുള്ളതും. ഇവിടെ ആദ്യമായിട്ടാണ്, ഈ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം സമാധാന പ്രശ്നത്തിന്റെ പേരിൽ, ക്രമസമാധാനം തകർന്നതിന്റെ പേരിൽ ഒരു മുഖ്യമന്ത്രിയെ ഗവർണർ വിളിച്ചു വരുത്തുന്നത്. ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. അങ്ങനെ ഒരു ലക്ഷ്യം BJPക്ക് ഉണ്ട്. അത് അത് കൃത്യമാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. അല്ല, ഞാൻ നേരത്തെ ശ്രീ VK ബാബു പറഞ്ഞതിന് ഞാൻ പറഞ്ഞില്ല, മറുപടി പറയാൻ പറ്റിയിട്ടില്ല. ഞാൻ വളരെ വ്യക്തമായിട്ടൊന്ന് പറയട്ടെ. CPM അതിൻ്റെ അസഹിഷ്ണുതയുടെ തലസ്ഥാനമായിട്ട് ഈ തിരുവനന്തപുരത്തെ മാറ്റരുത്. ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഞങ്ങൾക്കിവിടെ ജനസമ്മതിയുണ്ട്. ഞങ്ങൾക്ക് തിരുവനന്തപുരം നഗരത്തിൽ CPMനേക്കാൾ ഇലക്ഷൻ ദൃഷ്ടിയിൽ വലിയ ശക്തിയാണ് തിരുവനന്തപുരം നഗരത്തിൽ BJP. ഞങ്ങൾ MLAയെ ജയിപ്പിച്ചപ്പോൾ നിങ്ങൾ നിയമമണ്ഡലത്തിൽ അക്രമം ഉണ്ടാക്കി. ഞങ്ങൾ 35 കൗൺസിലർമാരെ ഉണ്ടാക്കിയപ്പോൾ നഗരം മുഴുവൻ അക്രമത്തിൻ്റെ ഭൂമിയാക്കി. നിങ്ങൾ കൗൺസിലർമാരുടെ വീടടിക്കുന്നു, കൗൺസിലർമാരെ വഴിയിലിട്ടടിക്കുന്നു, വനിതാ കൗൺസിലർമാരെ ഈ രീതിയിൽ പോകുന്നു. കാട്ടാക്കടയിൽ എന്താ സംഭവിച്ചത്? കാട്ടാക്കടയിൽ നടന്ന അടിയെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാമല്ലോ. ഒരു ദളിത് കുടുംബത്തെ MLAയും DYFയുടെ ജില്ലാ സെക്രട്ടറിയും ചേർന്ന് വഴിയാധാരമാക്കി. ആ ദളിത് കുടുംബ CPM സുരേഷ് അങ്ങനെ പറയുകയാണെങ്കിൽ രണ്ടുപേർക്കും അവിടെ തോന്നിയ അസഹിഷ്ണുതയാണ് അവിടെ അക്രമത്തിന് കാരണം. ഒറ്റ കാര്യം മാത്രം പറയട്ടെ. എവിടെയും എത്തുകയില്ല. കാരായിമാരും P. ജയരാജനും തലസ്ഥാനത്ത് അവതരിച്ചെന്ന BJPയുടെ ആരോപണം വസ്തുതയോ? ഇടവേളയ്ക്ക് ശേഷം.